താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. ആർ ബിന്ദുക്കൊച്ചമ്മ വരുന്നുണ്ടേ, അയ്യോ വയ്യേ, കൈകൊട്ടി പാടാം വരവേറ്റിടാം, ആചാര കഥന മുഴക്കിടാം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, ഹാർപ്പോ ഹീർപ്പോ. പാട്ടുപാടിയുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. മതിയോ മന്ത്രി തമ്പുരാട്ടി? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ വന്നപ്പോ ആരും പാട്ടൊന്നും പാടിയില്ലാന്ന്. മന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണി പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അല്ല ബിന്ദു മേഡം, ഈ അവകാശങ്ങളെ കുറിച്ച് കഴിഞ്ഞ 40 ദിവസമായി സംസാരിച്ചത് നിങ്ങൾ പുന്നാപുരം കോട്ട ഭരിക്കുന്ന തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരും കേട്ടില്ലായിരുന്നോ? എവിടെ കേൾക്കാല്ലേ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആശാവർക്കർമാർ സമരം തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾ CPM മന്ത്രിമാരും നേതാക്കന്മാരും ഗോസിപ്പുകൾ നിറക്കാൻ നെട്ടോട്ടോ ഓടുകല്ലേ. അയ്യോ അങ്ങനെ പറയില്ലേ. ചാച്ചി താമസിച്ചു പോയതോ പാട്ട് കേൾക്കാത്തതിലുള്ള സങ്കടോ? അല്ല, മനസ്സിലാവാണ്ട് ചോദിക്കുകയാണേ. അല്ല, ആശാന്മാരോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ സുരേഷ് ഗോപിക്ക് പാടിക്കൊടുക്കുള്ളോ? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചതാട്ടോ. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റത്താവണി പന്തല് പാടി. ശരിയാ. മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്തേ വിടാതിരുന്നേ? വിട്ടുകൂടായിരുന്നോ? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ അന്തസ്സോടു കൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. അതെ, ഈ ഊരിപ്പിടിച്ച ഒരു നട്ടല് വഴി കിടന്ന് കിട്ടിയിട്ടുണ്ടേ. അത് ആർ ബിന്ദുവിൻ്റെ ആണോ വീണാ ജോർജിൻ്റെ ആണോ നമ്മളെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിൻ്റെ ആണോ? അപ്പൊ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യും എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ഓ ബിന്ദു മാഡം, നിങ്ങൾ പറഞ്ഞ ആ നട്ടെല്ലുണ്ടല്ലോ, ആശാവർക്കർമാരുടെ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞ ആ നട്ടെല്ല്, പക്ഷേ അവരാ നട്ടെല്ല് വെച്ച കഴിഞ്ഞ 40-ലേറെ ദിവസമായി മഴയത്തും വെയിലത്തും രാത്രിയും പകലും സെക്രട്ടേറിയറ്റ് പടിക്ക കിടന്ന് സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് നട്ടലുണ്ട്. നട്ടലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത് അല്ലേ? അല്ല, നിങ്ങളെ ഈ ശരീരത്തിൽ നിറച്ചു നട്ടലുള്ളതുകൊണ്ട് നിങ്ങൾ എവിടെ ആയിരുന്നു? ഇരട്ടച്ചങ്കും നട്ടലും കൂടിപ്പോയ CPM മന്ത്രിമാർക്ക് പക്ഷേ നാവിന് എല്ലില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു ഈ ആശാവർക്കർമാരുടെ സമരനാളിൽ. ഇവനാണ് ശരിയല്ലല്ലോ. അല്ല മന്ത്രി, ഇങ്ങക്ക് ഏത് കാര്യത്തില നട്ടലുള്ളത്? നമ്മളെ ഗവർണർ ആർലേക്കർ സവർക്കറെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് മാധ്യമങ്ങൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ ഈ മന്ത്രിയുടെ നട്ടലുള്ള മന്ത്രിക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ നട്ടല് പോയിട്ട് വാഴപ്പിണ്ടി പോലും ഉണ്ടോന്നൊരു സംശയം തോന്നിപ്പോയി. 100% ഞാൻ യോജിക്കുന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചത്. കഷ്ടം തന്നെ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്തെ ഉയർത്താനുള്ള ഗൗരവമുള്ള വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ? കണ്ടില്ലേ അവരുടെ നട്ടെല്ല്? അറിയാമോ, എനിക്കിത് ഇഷ്ടമില്ല. കേരളത്തിന്റെ മന്ത്രിയാണത്രേ. ഏറ്റവും താഴെ തട്ടിലുള്ള പാവം സ്ത്രീകൾക്ക് ഉള്ള നട്ടെല്ല് പോലും ഇങ്ങക്കില്ലാന്ന് നിങ്ങളെ ഞളവള മറുപടി കേട്ടാ അറിയാം. ആ ഇങ്ങളാണ് നട്ടലിനെ കുറിച്ച് പ്രബന്ധം തയ്യാറാക്കാൻ വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല. കഷ്ടം കേട്ടോ. ഇത് കേട്ടോ. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. ഇത് നട്ടലുള്ള മന്ത്രി ചേച്ചിക്ക് ആർജവമുള്ള ഒരു നട്ടലിനെ കുറിച്ച് അറിയില്ല. കാരണം പ്രൊഫസറും ടീച്ചറും ഒക്കെ ആണെങ്കിലും മന്ത്രിപ്പണിക്ക് വേസ്റ്റ് എന്നത് തെളിയിച്ച മന്ത്രിയാണ് നിങ്ങൾ. LDFന് അങ്ങനെ ഒരാളെ വേണമായിരുന്നു. കാരണം ഭരണപരമായ ഉത്തരവാദിത്വം നിറവേറ്റലല്ലോ ഇവർക്ക് വേണ്ടത്, വാഴപ്പിണ്ടികളെ അല്ലേ ആവശ്യം. അത് നിങ്ങൾക്ക് ധാരാളം ഉണ്ട് താനും. ഈ നട്ടലും ഇരട്ടച്ചങ്കും ഇവിടെ ഇങ്ങനെ വിലസുമ്പോൾ നമ്മുടെ വീണാ മാഡം ഡൽഹിക്കൊരു പറക്കൽ പറന്നു.
എന്തിനാ? നമ്മളെ നദ്ദയെ കാണാനത്രേ. പത്രക്കാരെയൊക്കെ കൂട്ടി അങ്ങോട്ട് വിസ്തരിച്ചങ്ങ് വിളമ്പി. ആശാവർക്കർമാരുടെ കാര്യം സംസാരിക്കാൻ പോകുക അത്രേ. എന്നിട്ടോ ക്യൂബൻ സംഘത്തെ കണ്ട് പ്രോപ്തി അടഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോന്നു. ഇതിനിടെ തമ്പ്രാട്ടിയുടെ ഒരു ബാഗ്, എംബോറിയോ അർമാനി ബാഗ്, അതിൽ ആശാവർക്കന്മാരുടെ പ്രശ്നം കുത്തി നിറച്ചല്ലേ മാഡം ഡൽഹിക്ക് പറന്നത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രി ധരിച്ച ബാഗിന് വെറും 35,000 രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ. ഈ ആശാവർക്കർമാർ വെറും 21,000 രൂപയ്ക്കാണ്, അതും മാസം 21,000 രൂപയ്ക്കാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും ഒക്കെ എവിടെ പോയി എന്തോ ആവോ. വീണ മേഡം, ഈ ഡൽഹിയിൽ നദ്ദയെ കാണൂ. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും. അപ്പോ ഇതോ മേഡം, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ കാണാൻ അവസരം തേടിയ വിവരം അറിയില്ലെന്ന് പറഞ്ഞ JP നഡ്ഡ അടുത്ത തിങ്കളോ ചൊവ്വയോ കേരള സംഘത്തെ കാണുമെന്നും മാഡത്തിന് അക്കാര്യം അറിയാമല്ലോ എന്നും വീണ ജോർജിനെ ഉദ്ദേശിച്ച് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതോ ആശയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും. നിങ്ങൾ നല്ല നടിയാട്ടോ. കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ നിങ്ങളിപ്പോ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അല്ല, നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? നമുക്കാണോ പ്രശ്നം? അതെ, ഞങ്ങൾക്കും പ്രശ്നമാണ് മാഡം. കാരണം നിങ്ങളിരിക്കുന്ന കസേര, നിങ്ങൾ വാങ്ങുന്ന അലവൻസ്, ബെത്ത ഒക്കെ ഞങ്ങൾ തരുന്നതാ. അതുകൊണ്ട് അത് ചോദിക്കും മാഡം. ഞങ്ങൾക്ക് വേണ്ടി മീഡിയ ചോദിക്കും. അത് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അല്ലാതെ ചോദ്യം കേൾക്കുമ്പോൾ കണ്ടം വഴി ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ബ്ലിങ്ക് നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.